എന്തുകൊണ്ടാണ് ഈ വിജ്ഞാനികൾ പൊന്ന് ശിശുവായ യേശുവിനെ കാഴ്ചവെച്ചത് എന്നതിനൊരു വിശദീകരണം പറയാമോ? പൊന്ന് ആഭരണമായിരുന്നോ, പൊന്ന് കട്ടയായിരുന്നോ, പൊന്ന് കട്ടിയായിരുന്നോ ഒന്നും നമുക്കറിയത്തില്ല. ഒരു കാര്യം അവിടെ നമുക്ക് സ്പഷ്ടമാണ്, ഈ ശിശുവിന് ഈ പൊന്നിൻ്റെ ആവശ്യമുള്ളതല്ല. മുടിയൻ പുത്രൻ മടങ്ങി വന്നപ്പോൾ ഈ മകൻ്റെ കൈക്ക് മോതിരം അണിയിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ആഭരണം ഉപയോഗിക്കാം എന്നതിന് ഒരു തെളിവായിട്ട് നമുക്ക് സ്വീകരിക്കുന്നതിൽ എന്താണ് കുഴപ്പമുള്ളത്? ഒരു മോതിരം അങ്ങ് അണിയാമെന്ന് വിചാരിച്ചുള്ള വ്യാമോഹം ഉണ്ടെങ്കിൽ അത് തൽക്കാലത്തേക്ക് അങ്ങ് മാറ്റി വെക്കേണ്ടതാണ്. വിശുദ്ധ ബൈബിളിന്റെ പ്രമാണപ്രകാരം എനിക്ക് ഉപദേശിക്കാൻ കഴിയുന്ന നിർമ്മലമായ സത്യം. ചില മാന്യന്മാർ ചില ചോദ്യം ചോദിക്കുന്ന ഈ ആഭരണ വിരോധികളൊക്കെ അങ്ങോട്ട് ആ തങ്ക തെരുവീതിയിലോട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവർ രണ്ടു കാലും മേലോട്ട് പൊക്കിപ്പിടിച്ച് നടക്കുമോ? അവന് വിവരമുണ്ടേ ചോദ്യം ചോദിക്കുമോ? മാന്യ പ്രേക്ഷകർക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനം വീണ്ടും അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങളെ വിനീതപൂർവ്വം ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നതോടൊപ്പം തുടർന്നുള്ളതായ ഞങ്ങളുടെ ചർച്ചയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിവരണങ്ങളിലും നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ചോദ്യവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. കൃത്യമായ ഉത്തരങ്ങളെ നമുക്ക് ദൈവദാസനിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിൻ്റെ ശ്രദ്ധയ്ക്കായി നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവദാസനോട് വീണ്ടും ആഭരണ ധാരണ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളോട് ചോദിക്കുവാൻ താല്പര്യമുണ്ട്. അതിൽ ഒന്നാമതായിട്ടൊന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആഭരണം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ശേഷവും ജനം എന്തുകൊണ്ടാണ് വീണ്ടും ആഭരണം ഉപയോഗിക്കാൻ തുടങ്ങിയത്? ഒരു ഉത്തരം ലഭ്യമായാൽ നല്ലതായിരുന്നു. ആഭരണം ഉപയോഗിക്കരുത് എന്ന് കർശനമായ ഭാഷയിൽ തന്നെയാണ് ദൈവം കൽപ്പന കൊടുത്തത്. ആ കൽപ്പന ഭാഗം ഇപ്പോൾ എടുത്ത് വായിക്കുന്നില്ല, എങ്കിലും കൽപ്പന കൊടുത്തിരുന്നു എന്ന് വ്യക്തമാണ്. ദൈവവചനത്തിൽ തെളിവുണ്ട്. എന്നാൽ ഈ കൽപ്പന അവർക്ക് ലഭിച്ച ശേഷവും നിരവധി പ്രാവശ്യം ഇസ്രായേൽ ജനം ആഭരണം ധരിച്ചതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഒരു ചോദ്യം എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും. ഇപ്പോൾ ദൈവദാസൻ്റെ മാത്രമല്ല, ഈ ബൈബിൾ വായിക്കുന്ന പരിചയമുള്ള എല്ലാവർക്കും ഈ സംശയം ഉണ്ടാവും. നമുക്ക് ഈ ഒരു കാര്യം മാത്രം ചിന്തിക്കാതെ, നമുക്കറിയാമല്ലോ 10 കൽപ്പന എന്ന് പറയുന്നൊരു കാര്യം ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് കൊടുത്തല്ലോ. പുറപ്പാട് 20-ലാണുള്ളത്. അതെ. ആ 10 കൽപ്പനയും അങ്ങനെ തന്നെ കൃത്യമായി പാലിച്ചിരുന്നെങ്കിൽ കർത്താവായ യേശു ഭൂമിയിലേക്ക് വരിക പോലും വേണ്ടായിരുന്നു. അപ്പോൾ അത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതും യഹൂദന്മാരുടെ ബന്ധത്തിൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതുമായ ഒരു സ്വഭാവമായി മാറി എന്ന് വേണം നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ആവർത്തിച്ച് ചെയ്യുന്നത് കൊണ്ട് അത് പാപമല്ലാതാകുന്നില്ല. ഒരു തെറ്റ് ആവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഗൗരവമില്ലാതാകുകയോ ആ തെറ്റല്ലാതാകുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആഭരണം അവർ ഉപയോഗിക്കരുതെന്ന് ദൈവം പറഞ്ഞെങ്കിലും അവർ ആഭരണം ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനയെ ആദരിക്കുവാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ദൈവസഭയുള്ള ബന്ധത്തിൽ നോക്കാം. എത്രയോ ദൈവദാസന്മാർ എല്ലാ ഞായറാഴ്ചകളിലും എന്നവണ്ണം എത്രയോ ദൈവിക സന്ദേശങ്ങളാണ് ദൈവജനത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദേശങ്ങളെല്ലാം അതുപോലെ തന്നെ ദൈവജനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുകയായിരുന്നെങ്കിൽ ദൈവസഭയ്ക്കുള്ളിൽ ഒരു വിള്ളൽ പോലും ഉണ്ടാകില്ലല്ലോ. വിശ്വാസികളുടെ വളർച്ചയ്ക്ക് അതൊരിക്കലും തടസ്സമായി വരില്ലല്ലോ. എന്നാൽ എന്തുകൊണ്ട് സംഭവിക്കുന്നത് ചോദിച്ചാൽ അത് മനുഷ്യ സഹജമാണ്. പിന്നെ എങ്ങനെ ഇതിൽ നിന്നൊരു മോചനം? അത് ദൈവകൃപയിൽ ആശ്രയിച്ച് യഹൂദന്മാർ ജീവിച്ചിരുന്നെങ്കിൽ അത് ആവർത്തിക്കില്ലായിരുന്നു. പക്ഷെ ഇന്ന് വന്ന സംഭവം അവർ ആവർത്തിച്ച് ഉപയോഗിച്ചല്ലോ. അതുകൊണ്ട് നമുക്കും ഉപയോഗിക്കരുതോ? ആ മനോഭാവം യോഗ്യമല്ല. അതന്നെയല്ല നമ്മൾ അനുകരിക്കേണ്ടത്. അത് ശരിയായ മാതൃക അല്ല. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട ദേവദാസനോട് അടുത്ത് ആയിട്ട് ചോദിക്കാനുള്ളത്,
വളരെ ശ്രേഷ്ഠന്മാരും വിജ്ഞാനികളുമായ വ്യക്തികളാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ശിശുവായിരുന്നപ്പോൾ സന്ദർശിക്കാനും കാണാനുമായിട്ട് വന്നത്. അത് മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ആ വന്ന വിദ്വൽ ജനം ശിശുവായ യേശുവിന് പൊന്ന് കാഴ്ചവെച്ചു നമ്മൾ വായിക്കുന്നുണ്ട്. സഭാവ്യത്യാസമില്ലാതെ വേദപുസ്തകം വായിക്കുന്നവരും അല്ലാത്തവരുമായ സകലരും വായിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വിജ്ഞാനികൾ പൊന്ന് കർത്താവായ ശിശുവായ യേശുവിനെ കാഴ്ചവെച്ചത് എന്നതിനൊരു വിശദീകരണം പറയാമോ എന്നാണ് അടുത്ത ചോദ്യം. ചോദ്യം ഗൗരവമായ ചോദ്യമാണ്. കാരണം ആ വാക്ക് നമ്മളെ വളരെ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകുന്നത്. ഏത് വാക്ക് മനസ്സിലായോ? ജ്ഞാനികൾ, വിജ്ഞാനികൾ എന്നുള്ള ദൈവദാസൻ പറഞ്ഞ വാക്ക്. ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ അറിവുള്ളവരാണ്. അവരുടെ ജ്ഞാനം എവിടെയാണ് തെളിയിച്ചത്? അവരുടെ തലയ്ക്ക് മുകളിൽ ഒരു നക്ഷത്രം നീങ്ങുന്നു എന്നവർ കണ്ടുപിടിച്ചു. ആ നക്ഷത്രത്തിൻ്റെ യാത്രാഗതിയെ തിരിച്ചറിയാനുള്ള കഴിവുള്ളവരായിരുന്നു. അതൊക്കെ അവിടെ നമ്മൾ ആ അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട്. അതുമാത്രമല്ല, ഇവർ ആദ്യം പോയത് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലാണ്. അപ്പോൾ ഇവരുടെ അറിവിൽ ഒരു രാജാവ് അല്ലെങ്കിൽ യഹൂദന്മാരെ നയിക്കുന്ന ഒരു പാഠവുമുള്ള പ്രാപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യാനായി കഴിവുള്ള ഒരാൾ ജനിക്കണമെങ്കിൽ അതൊരു കൊട്ടാരത്തിലേ പാടുള്ളൂ എന്ന അവരുടെ അറിവിൽ നിന്ന് അവരുടെ ഉള്ളിലുണ്ടായി. ആ അറിവ് വെച്ച് മാനുഷികമായ ചിന്തയിൽ കൊട്ടാരത്തിൽ ചെന്നു. കൊട്ടാരത്തിൽ ചെന്ന് ഒരു കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലേ? അവിടെ എല്ലാവിധമായ ആർഭാടങ്ങൾ കാര്യങ്ങളെല്ലാം കണ്ടു. ഹെരോദാവിനെയും കണ്ടു. പക്ഷേ ഇവരുടെ നിക്ഷേപപാത്രം അവിടെ തുറന്നില്ല. കാരണം അത് പൊന്നിരിപ്പുണ്ട്. അതാണല്ലോ സോറി ചോദിച്ചത്, പൊന്ന്. അപ്പോൾ ഹെരോദാവിന് അർപ്പിക്കാതെ അത് സൂക്ഷിച്ചു. രാജാവിന് അർപ്പിച്ചില്ല. അപ്പോൾ രാജാവിന് ഇത് അർപ്പിക്കാതിരുന്നപ്പോൾ രാജാവിനേക്കാൾ ശ്രേഷ്ഠനായ മറ്റൊരാളെ ഇവർ അന്വേഷിക്കുന്നു എന്ന് വേണം നമുക്ക് തിരിച്ചറിയാൻ. ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അർപ്പിക്കുവാൻ ഉള്ള ഒരു മുതലല്ല ഇതെന്നും, ഈ രാജാവിനേക്കാൾ കുറേ കൂടെ ആദരണീയനായ മറ്റേതോ ഒരു വ്യക്തിത്വമുണ്ട് എന്നും ഇവരുടെ അറിവിൽ കടന്നു വന്നതുകൊണ്ട്, അന്വേഷണത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവർ വീണ്ടും ഈ നക്ഷത്രത്തെ പിന്തുടരുവാനായി തീരുമാനിച്ചു. അങ്ങനെയാണ് അവർ മുമ്പ് ഇപ്പോൾ ദൈവദാസൻ പറഞ്ഞ ആ ചരിത്ര സംഭവത്തിലേക്ക് എത്തുന്നത്. ഇനി ഈ 11-ാമത്തെ വാക്യത്തിൽ സൗരം പറഞ്ഞ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. 3 വസ്തുക്കളാണ്. ഈ ആൾക്കാർ അല്ലെങ്കിൽ ചോദിക്കുന്നതും ഇപ്പോൾ സഹോദരൻ പറയുമ്പോഴും നമ്മളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ചിന്തിക്കുന്നതാ പൊന്ന്. എന്നാൽ ഈ പൊന്നെക്കുറിച്ച് പറയുന്ന പോലെ തന്നെ 2 ഘടകങ്ങളൂടെ ഉണ്ട്. ആരും കുന്തിരുക്കം ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഉപയോഗിക്കുന്നില്ല. മൂര് ഒരു പ്രധാന ഘടകമായിട്ട് ആരും ഉപയോഗിക്കുന്നില്ല. എന്നാൽ പൊന്നിന് മാത്രം ഭയങ്കരമായൊരു ഊന്നൽ കൊടുത്തു. യേശുവിന് പൊന്ന് കൊടുത്തില്ലേ? അപ്പം നമ്മൾ തിരിച്ചൊരു കാര്യം ചിന്തിക്കണ്ടേ? ഹെരോദാവിന് അർപ്പിക്കാതെ സൂക്ഷിച്ചു കൊണ്ടുവന്ന ഈ പൊന്ന് ഹെരോദാവിനേക്കാൾ ശ്രേഷ്ഠനായ ഒരാളിന് വേണ്ടി അർപ്പിക്കുവാൻ കൊണ്ടുവരുമ്പോൾ അവർ കൊണ്ടുപോയി അർപ്പിച്ചു എന്ന ചരിത്രം നാം കാണുമ്പോൾ ഒന്ന് നമ്മൾ തിരിച്ചറിയണം. ഹെരോദാവിനേക്കാൾ അതിശ്രേഷ്ഠനായ ഒരു വ്യക്തിത്വത്തെയാണ് ശിശുവായി കാണുന്നത്. അപ്പോൾ ശിശു ആഭരണം ഉപയോഗിക്കുമോ? ഇല്ല. പിന്നെ എന്തിനാ യേശുവിന് ഈ ആഭരണം ആഭരണത്തോട് എഴുതിയിട്ടില്ല കേട്ടോ, നമ്മളില്ലാത്ത പറയണ്ട, അവിടെ എഴുതിയിട്ടില്ല. പൊന്നെന്നേ പറഞ്ഞിട്ടുള്ളൂ. പൊന്ന് ആഭരണമായിരുന്നോ, പൊന്ന് കട്ടയായിരുന്നോ, പൊന്ന് കട്ടിയായിരുന്നോ ഒന്നും നമുക്കറിയത്തില്ല. ഒരു കാര്യം അവിടെ നമുക്ക് സ്പഷ്ടമാണ്, ഈ ശിശുവിന് ഈ പൊന്നിൻ്റെ ആവശ്യമുള്ളതല്ല. കട്ടയായാൽ ഒരു തലയണയ്ക്ക് പോലെ ഉപയോഗിക്കാനാണെങ്കിലും പറ്റില്ല, കുഞ്ഞല്ലേ, അത് പറ്റില്ല. ഇനി അതൊരു ആഭരണമായിട്ട് ഉപയോഗിക്കാനാണെങ്കിലും ഈ ശൈശവപ്രായത്തിൽ ഈ ആഭരണം അണിയുന്ന കാര്യം ഇന്നുവരെ മനുഷ്യകുലത്തിൽ ആരും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ യേശുവിനെ മാത്രം ഇത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ പൊന്നിന് ഇത്രയും വലിയ ഊന്നൽ കൊടുക്കാൻ കാര്യം നമ്മൾ ചിന്തിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാരണം ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയത്
പൊന്ന് അർപ്പിക്കത്തക്ക നിലയിൽ, അതും ശിശുവായിരിക്കുമ്പോൾ തന്നെ അർപ്പിക്കാവുന്ന വിധത്തിൽ ധന്യനായ ഒരു വ്യക്തിവിശേഷം യേശുവിനേക്കാൾ അധികമായി ആരുമില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് തൻ്റെ വ്യക്തിത്വത്തിൻ്റെ അംഗീകരണമായിട്ടാണ് ഈ പൊന്നർപ്പിച്ചത്. അത് നമുക്കാർക്കും അതിനെ ചുറ്റിപ്പറ്റി ആ പൊന്നാഭരണം ഉണ്ടാക്കുന്നതിനോ പൊന്നാഭരണമോ നമുക്ക് ഉപയോഗിക്കുന്നതിനോ ഉള്ള അവകാശമായി അത് തിരഞ്ഞെടുക്കുന്നത് ഭോഷത്തരമാണ്. കാരണം ബുദ്ധിമാന്മാരെ ആളുകൾ ചെയ്ത് നമ്മളത് ഭോഷത്തരമാക്കിയെടുക്കാൻ പാടില്ല. നമ്മൾ അത്രയും ബുദ്ധിമാന്മാരൊന്നും അല്ലെങ്കിലും കാര്യങ്ങളെയൊന്നും മനസ്സിലാക്കാനുള്ള പ്രാപ്തിയെങ്കിലും ഉണ്ടാവുകയും അത് യേശു കർത്താവിന് ആദരവായി, അവിടെ നാം വായിക്കുന്ന വാക്ക് നമസ്കരിച്ചു എന്നാണ്. അപ്പം ആരാധനയായിട്ടാണ് അതിനെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ പൊന്ന് എന്ന് പറയുന്ന വസ്തു പാപമായതുകൊണ്ട് നമ്മളതിനെ നിഷേധിക്കണമെന്നല്ല പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെ അംഗീകരിച്ചുകൊണ്ട് അർപ്പിക്കുന്ന ഇത്ര ധന്യമായ ഉയർന്ന ഒരു സ്ഥാനം അതിന് കൊടുത്തിരിക്കുമ്പോൾ അത് ഞാൻ മോഹിക്കാനോ അത് ഞാൻ ആഗ്രഹിക്കാനോ അത് ഒരു ആഭരണമായി എൻ്റെ ആ സൗന്ദര്യവർദ്ധനവിന് വേണ്ടിയോ എൻ്റെ ശരീര അഴകിന് വേണ്ടിയോ ഉപയോഗിക്കുന്നത് ഭൂഷണമല്ല, ദൈവസന്നിധിയിൽ നീതിയുള്ള കാര്യമേ അല്ല. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ അതിനെ ആധാരമാക്കി സ്വർണം ഉപയോഗിക്കാൻ തയ്യാറാകേണ്ട ആവശ്യമില്ല. വിശ്വപ്രശസ്തമായ ഒരു ഉപമയാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ. പല ഉപമകളുണ്ട്. അതിൽ 15-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലുള്ള ഒരു പദം സകലരും പറയുന്നതും ചോദിക്കുന്നതുമായ ഒരു കാര്യമാണ്. അത് മുടിയൻപുത്രൻ മടങ്ങി വന്നപ്പോൾ കാത്തിരുന്ന തൻ്റെ പിതാവ് ദൂരവേ കണ്ട് ഓടിച്ചെല്ലുകയും തനിക്ക് വേണ്ടി വിശിഷ്ടമായ ഭോജ്യങ്ങൾ ഒരുക്കി, അതിനുശേഷം അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദപ്രയോഗം, ഈ മകൻ്റെ കൈക്ക് മോതിരം അണിയിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഉണ്ടല്ലോ. അത് അങ്ങനെ എഴുതിയിരിക്കുന്നത് ആഭരണം ഉപയോഗിക്കാം എന്നതിന് ഒരു തെളിവായിട്ട് നമുക്ക് സ്വീകരിക്കുന്നതിൽ എന്താണ് കുഴപ്പമുള്ളത്? എൻ്റെ സഹോദര, നമ്മളിതിനു മുൻപ് നമ്മുടെ കർത്താവിന് അർപ്പിച്ച പൊന്നിനെ കുറിച്ച് ചിന്തിച്ചില്ലേ? ഓക്കെ, അവിടെ ചിന്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പൊന്നു മാത്രമല്ല അതോടുകൂടെ 2 വസ്തുക്കൾ വേറെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഈ മുടിയൻപുത്രൻ്റെ കാര്യം പറഞ്ഞത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഒരു വാക്കിൽ ഞാൻ പറയാം, എങ്കിലും ആ പറയുന്ന വാക്യം ഞാൻ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15:22 എന്നല്ലേ സൗരം പറഞ്ഞല്ലേ ആ വാക്യല്ലേ? ഓക്കെ, ഞാൻ ആ വാക്യം വായിക്കാം. അതിങ്ങനെയാണ് നമുക്ക് കാണുന്നത്. അപ്പൻ തൻ്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ, ഇവൻ്റെ കൈക്ക് മോതിരം, കാലിന് ചെരുപ്പ് ഇടുവിൻ, പിന്നെ തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുക്കുവീൻ, എന്നിട്ട് തിന്ന് ആനന്ദിക്കുവീൻ. അപ്പോൾ തിന്ന് ആനന്ദിക്കുക എന്ന് പറയുന്ന ഭൗമികമായ ഉല്ലാസവും സന്തോഷവും ഉണ്ടാക്കിയെടുക്കേണ്ടതിന് വേണ്ടി ഒരു പിതാവ് നഷ്ടപ്പെട്ടു പോയ മകൻ്റെ മടങ്ങിവരവിൽ ചെയ്യുന്ന ചില പ്രവൃത്തികളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതിൽ വളരെ ശ്രദ്ധയേണ്ട കാര്യമുണ്ട്. ഇതൊരു ഉപദേശമല്ല, ഇതൊരു ഉപമയാണ്. ഉപമ എന്ന് പറഞ്ഞാൽ ഒന്നിനോട് സാദൃശ്യപ്പെടുത്തുക എന്നാണ് അർത്ഥം. നമ്മുടെ കർത്താവിൻ്റെ ഈ പരസ്യ പ്രവർത്തന നാളുകളിൽ ഉപമ കൂടാതെ ഒന്നും പറയാൻ താൻ ശ്രമിച്ചിട്ടില്ല. ലളിതമായ ഘടകങ്ങളുടെ മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയുന്നേക്കാൾ അതീതമായ വിലപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാനായിട്ട് കർത്താവ് ഉപയോഗിച്ചൊരു മാധ്യമമാണ് ഉപമ. നമുക്കറിയാം, വിത്തിൻ്റെ ഉപമയുണ്ട്, അതുപോലെ വിളക്കിൻ്റെ ഉപമയുണ്ട്, വെളിച്ചത്തെ സാദൃശ്യമാക്കി പറയുന്നുണ്ട്, ഉപ്പിനെ സാദൃശ്യമാക്കി പറയുന്നുണ്ട്. ഇങ്ങനെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരുപിടി കാര്യങ്ങൾ ഈ നവലതിൽ പറയുന്നുണ്ട്. 13-ാം അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഉപമകൾ 7 ഉപമകൾ നേരിട്ടും വേറെയും ചില ഉപമകൾ അതിനോട് ചേർത്തും നമുക്ക് കാണാൻ കഴിയും. 7 വളരെ ഡയറക്റ്റ്ലി പറയുന്നുണ്ട്. ഏത്? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ. ഇനി ഇവിടെ പറയുന്ന കാര്യം എന്താ? ഈ ഉപമയിൽ പറയുന്ന കാര്യം ഈ നഷ്ടപ്പെട്ടു പോയ പിതാവിന് ഉണ്ടാകുന്ന സ്നേഹം,
ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയ പാപികളുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപമയിലെ അറുക്കപ്പെട്ട കാളയും ഇടുവിക്കപ്പെട്ട ചെരുപ്പും വിരലിൽ അണിയുന്ന മോതിരവുമല്ല പ്രധാന കാര്യം. അവയെ എടുത്ത് പരിശോധിച്ച് സൂക്ഷ്മ പഠനത്തിന് വിധേയമാക്കി അതിലെ മോതിരം ഇടുക, ആ ചെരുപ്പ് ഏതാണെന്ന് നോക്കി, ക്വാളിറ്റി നോക്കി, ലെതറായിരുന്നോ റബ്ബറായിരുന്നോ, ആ ചെരുപ്പ് തന്നെ അണിയണമോ നോക്കുക. അത് അന്ന് വെട്ടിയ കാള എന്തായിരുന്നു, ആ കാളയെ നമുക്കൊന്ന് വെട്ടി അറുത്ത് നല്ല തീറ്റയും കൂടി ഉണ്ടാക്കി ഒന്ന് അർമാദിക്കാമെന്ന് വിചാരിക്കുന്ന ആ വിചാരം കേവലം മാനുഷികമായ ഒരു വിചാരമാണ്. അഥവാ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തിന്നുക. ഇവിടെ നാം വായിച്ച വാക്യം ഇതാണ്, 24 വാക്യം, അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. അപ്പോൾ ആനന്ദമുണ്ടാക്കാൻ മറ്റൊരു വാക്യം പറയുന്നുണ്ട്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അപ്പോൾ തിന്നും കുടിച്ചും ആനന്ദം ഉണ്ടാക്കുന്നത് പോലെ മോതിരം അണിഞ്ഞും കാളയറുത്തും ചെരുപ്പണിഞ്ഞും പുതിയ വസ്ത്രം അണിഞ്ഞും ഒക്കെ ഉത്സാഹികളായി തീർന്ന് ഉത്സവാഘോഷം പോലെയാകുന്ന ഒരു മനുഷ്യ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഇത് കണ്ടിട്ട് ആളുകൾ എന്നാൽ പിന്നെ നമുക്കൊരു മോതിരം അണിയാവല്ലോ. ഇതിൻ്റെ കഥ എന്തെന്നറിയാതെ, കാര്യം എന്തെന്ന് തിരിച്ചറിയാതെ ഈ മോതിരം അണിഞ്ഞുകൊണ്ട് ഒരു മകന്, മടങ്ങി വന്ന മകൻ അപ്പൻ കൊടുത്തത് കൊണ്ട് നമുക്കും അങ്ങ് മോതിരം അണിയാമെന്ന് വിചാരിക്കുന്നത് ഈ ജഡീക ഉല്ലാസത്തോട് ബന്ധപ്പെടുത്തി മാത്രമേ ഇത് കാണാൻ കഴിയൂ. അത് യേശുക്രിസ്തു പഠിപ്പിച്ച ഉപദേശമായിട്ടോ മോതിരം, ആഭരണം, സ്വർണം ഇത്യാദി വിഷയങ്ങളെ ബന്ധപ്പെടുത്തിയോ പറയുന്ന ഒരു കാര്യമേ അല്ല. അത് വളരെ സ്പഷ്ടമാണ്. അതൊരു ഉപമയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. ഒരു ഉപമയിലൂടെ ഒരു ഉപദേശം, ഒരു സത്യം, ഒരു വിലപ്പെട്ട കാര്യം കർത്താവ് വെളിപ്പെടുത്തുന്നത് തൻ്റെ സ്വഭാവമാണ്. അത് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇത് എന്തല്ല, മനസ്സിലായോ? ഈ മോതിരം മുടിയമ്പുത്രൻ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മകൻ മടങ്ങി വന്നപ്പോൾ അവൻ്റെ വിരലിന് മോതിരം ഇട്ടതുകൊണ്ട് ഞാനൊരു മോതിരം ഇട്ടേക്കാം എന്ന് വിചാരിക്കുന്നത് അത് അവൻ്റെ ജഡത്തിൻ്റെ ഉല്ലാസത്തിന് വേണ്ടിയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതാണ് ഈ ആഭരണം ഉപയോഗിക്കണമെന്നുള്ള ഭ്രമം കാണിക്കുന്നവരുടെ ഉള്ളിലുള്ള കാര്യം മുഴുവനും ഈ ശരീരത്തോട് ബന്ധപ്പെട്ടുള്ള സന്തോഷം ഉളവാക്കിയെടുക്കാനുള്ള കൃത്രിമ കാര്യങ്ങളാണ്. അത് വളരെ സ്പഷ്ടമാണ്. കൃത്രിമമായി സന്തോഷം ഉളവാക്കിയെടുക്കുന്നതിന് കാട്ടിക്കൂട്ടുന്ന ചില വിഭ്രമ പരിപാടികളാണ് ഇവ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദേവദാസൻ വളരെ അനുഗ്രഹവും അതുപോലെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമായ നിലയിലുള്ള ഈ വിഷയങ്ങൾക്കുള്ള മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അതീവമായ സ്നേഹവും നന്ദിയും ഞങ്ങൾക്കുണ്ട്. ഒപ്പം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഹോദരനാണല്ലോ ലേഖനം എഴുതിയ യാക്കോബ്. അതെ അതെ, ഈ യാക്കോബിൻ്റെ ലേഖനം വിശ്വാസവും പ്രവൃത്തിയുമെന്നുള്ളതാണല്ലോ എൻ്റെ പ്രമേയം. അതെ, അങ്ങനെയെങ്കിൽ യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ൽ സ്വർണ്ണാഭരണം ഉപയോഗിക്കുന്നവർ അന്ന് പള്ളിയിൽ വന്നിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദേവദാസനെ ഇന്നും ആഭരണം ഉപയോഗിച്ചുകൊണ്ട് പള്ളിയിൽ വരുന്നതോ അത് ഉപയോഗിക്കുന്നതോ തെറ്റാണെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ചോദ്യം കേൾക്കുന്ന പാടെ ഉണ്ടല്ലോ, എനിക്കങ്ങ് തോന്നിപ്പോവുക, അടുത്ത ഞായറാഴ്ച ഞാൻ പള്ളിയിലേക്ക് പോകുമ്പം ഇച്ചിരി മോതിരം ഇട്ടുകൊണ്ട് പോയാൽ എന്നാ, അതെന്നെ അനുവദിക്കുന്നില്ലേ എന്ന് എനിക്കങ്ങ് തോന്നുക. പക്ഷേ വചനം എന്നാ പറയുന്നത്? യാക്കോബിൻ്റെ ലേഖനം മുമ്പേ സാറ് എന്നാ ആദ്യം തുടക്കത്തിൽ എന്നോട് പറഞ്ഞ വാചകം എന്നാ? ഈ ലേഖനം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? വിശ്വാസവും പ്രവൃത്തി. വിശ്വാസം പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുന്നതാണ്. അതാണല്ലോ, അത് തന്നെ സാറിന് അറിയാം. അത് തന്നെ സാറിനോട് ചോദിക്കുന്നതും ആ കാര്യത്തിന് തന്നെ ഞാനും തിരിച്ചറിയുന്നു. പക്ഷെ അവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇത് 2-ാം വാക്യത്തിലാണ്. അതെ, അതായത് യാക്കോബ് ലേഖനം 2-ാം അധ്യായത്തിന് 2-ാം വാക്യമല്ലേ സാർ പറഞ്ഞു? ഓക്കെ, അതേ സമയത്ത് അതിൻ്റെ 1-ാം വാക്യം കൂടാതെ എങ്ങനെ നമ്മൾ 2-ലേക്ക് വരുന്നത്? അപ്പം നമ്മൾ ഒന്നുകൂടെ വായിക്കണം. എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം വായിക്കുമ്പോഴാണ് ഈ 2-ാം അധ്യായത്തിലെ കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് 1ലേക്ക് നോക്കാം. സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, മുഖപക്ഷം കാണിക്കരുത്. എന്നതാ? മുഖപക്ഷം കാണിക്കരുത്. ഇതിൻ്റെ വിശദീകരണമാണ് 2-ാം വാക്യം. ഏതിൻ്റെ വിശദീകരണം? മുഖപക്ഷം കാണിക്കുന്നതിൻ്റെ വിശദീകരണമാണ് 2-ാം വാക്യം. 2-ാം വാക്യത്തിലാണ് മുമ്പേ പറഞ്ഞ ചോദ്യം വരുന്നത്. ചോദ്യം ഇതാണ്: നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച്
ഒരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്ന് ദരിദ്രനോട് നീ അവിടെ നിൽക്ക്, അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തിങ്കിൽ ഇരിക്കുക എന്നും പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ? ചോദ്യമായത്. ഇതിനകത്തെങ്ങും ആഭരണം ഉപയോഗിക്കാനുള്ള യാതൊരു അനുവാദം നൽകുന്ന വാക്യമേ അല്ലത്. ഇത് മുഖപക്ഷം കാണിക്കുന്നത് യോഗ്യമോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ മറുപടി വായനക്കാരോ അല്ല അന്ന് താൻ ആർക്ക്, ഈ യാക്കോബ് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സഹോദരൻ ആർക്കെഴുതിയോ അവരത് തിരിച്ചറിയേണ്ട കാര്യമാണ്. അതിനൊരു മുഖവരിയിൽ തന്നെ ഒരു വാക്ക് പറഞ്ഞു, മുഖപക്ഷം കാണിക്കാൻ പാടില്ല. പള്ളി എന്നുള്ളത് വേണ്ട, നമ്മുടെ ആലയങ്ങളാക്കിക്കോ. ഇതിവിടെ പള്ളി എന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുരിശൊക്കെ വെച്ചുള്ള പള്ളികൾ മാത്രം. പള്ളിയല്ലെന്നേ, അതൊരു വീടായിക്കോട്ടെ. ഇപ്പോൾ സാറിൻ്റെ വീട്ടിലേക്ക് ഒരാൾ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് ചെത്തി മിനിക്കൊരു ഷൂ ഒക്കെ ഇട്ട് അല്ല ഒരു നല്ല കാർ, വിലപിടിപ്പുള്ളൊരു കാറിൽ അങ്ങോട്ട് വരുന്നു എന്നുവെച്ച് അതേ ദിദാസൻ തന്നെ അവിടെ സൈക്കിൾ ചവിട്ടി വേർത്തൊലിച്ച് വേറൊരു സഹോദരൻ വന്നു. ഇവരിൽ ആർക്കും ഒന്നാം സ്ഥാനം കൊടുക്കുമെന്നായി ചോദ്യം. നിങ്ങൾ ആദ്യം ആ കാറിൽ വന്ന നല്ല ആളിനെ അല്ലേ വീട്ടിലേക്ക് കയറ്റിയിരുത്താൻ ശ്രമിക്കുള്ളൂ, മറ്റാളെ ശ്രദ്ധിക്കപ്പെടുമല്ലോ. യാക്കോ ഇത് ഇവിടെയെന്ന് എൻ്റെ വിശ്വാസം എന്താ? രണ്ടുപേരും വിശ്വാസികൾ, രണ്ടുപേരും കാര്യങ്ങൾ അറിഞ്ഞവർ. അങ്ങനെയാണെങ്കിൽ ഈ കാണിക്കുന്നത് ന്യായമാണോ എന്ന ചോദ്യമാണ് ഇവിടെ പറയുന്നത്. അത് ആഭരണമായിട്ടൊരു ബന്ധവുമില്ല. മോതിരം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് അത് ഉപയോഗിക്കാനുള്ള അനുവാദമായിട്ട് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഒരു കാരണവശാലുമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തൻ വന്നാൽ എന്ന് പറഞ്ഞാൽ മുഷിഞ്ഞവനെ നീ അവിടെ നിൽക്കുക, ഞാൻ ഇവനെ ഒന്ന് ആലിംഗനം ചെയ്യട്ടെ, ഞാൻ ഇവനെ ഒന്ന് ആദരപൂർവ്വം ഒന്ന് വീട്ടിലേക്ക് കയറ്റി അവന് നല്ല മൃഷ്ടാന്നമായ എന്ന് പറഞ്ഞാൽ അത് അനീതിയാണ് എന്നാണ് വെളിപ്പെടുത്തുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് അല്ലെങ്കിൽ അന്ന് ഒരു മോതിരം അങ്ങ് അണിയാമെന്ന് വിചാരിച്ചുള്ള വ്യാമോഹം ഉണ്ടെങ്കിൽ അത് തൽക്കാലത്തേക്ക് അങ്ങ് മാറ്റി വെക്കേണ്ടതാണ്. വിശുദ്ധ ബൈബിളിൻ്റെ പ്രമാണപ്രകാരം എനിക്ക് ഉപദേശിക്കാൻ കഴിയുന്ന നിർമ്മലമായ സത്യം. സൗർണ്ണ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇനി അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കുന്നതിന് എനിക്ക് സന്തോഷം. ഇനിയുണ്ട് ചില ചോദ്യങ്ങളും കൂടെ ചോദിക്കാൻ, ധൈര്യമായിട്ട് ചോദിക്കാമല്ലോ. വളരെ ലളിതവും എന്നാൽ വളരെ ഗൗരവമായ നിലയിലുള്ള ഉത്തരം സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കേൾവിക്കാരായവർക്ക് കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്നാൽ ഇനി വളരെ ശക്തമായ മറ്റൊരു ചോദ്യം സംശയാസ്പദമായിട്ടുണ്ട്. ചോദ്യങ്ങളെല്ലാം ശക്തമായ സാറിൻ്റെ ചോദ്യമൊന്നും കുറഞ്ഞ ചോദ്യമല്ല. പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ടും വിശുദ്ധ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടും മാത്രമാണ് ഇതിനൊക്കെ മറുപടി തരാനായിട്ട് ശ്രമിക്കുന്നത്. മറുപടി കേൾക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും സംശയ നിവാരണം വരുന്നു, കൂടുതൽ കാര്യങ്ങൾ ക്രമപ്പെടാൻ സാധിക്കുന്നു. സ്തോത്രം, അത് നല്ലത്. അതാണ് നല്ലത്, അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഓക്കെ ഓക്കെ. അടുത്തത് വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലെ 21-ാം അധ്യായത്തിൽ മുത്തിനാൽ നിർമ്മിതമായ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. വീതി സ്വച്ഛ സ്ഫടിക തുല്യം തങ്ക നിർമ്മിതം എന്നൊക്കെ പറഞ്ഞുള്ള പദങ്ങളൊക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തങ്ക നിർമ്മിതം എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ മരണാനന്തര ജീവിതത്തിലും തങ്കത്തിന് സ്ഥാനമുണ്ട് എന്ന ഒരർത്ഥം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? വെളിപ്പാട് ദിവസം കൊണ്ട് കാര്യങ്ങൾ തീരുകയാണ്. അപ്പോൾ അതിന് ശേഷമുള്ള നമ്മുടെ ഭാവി കാല കാര്യങ്ങൾ എന്ത് എന്ന് യോഹന്നാൻ കൊടുക്കുന്ന ദർശനത്തിൽ വെളിപ്പെടുത്തി കിട്ടിയ ഒരു കാര്യമാണിത്. ഇനി അവിടെ പറയുന്ന കാര്യങ്ങൾ വീഥിയെക്കുറിച്ച് പറയുകയാണ്. വീഥി എന്ന് അതിൻ്റെ ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കാം. ആദ്യം നമുക്ക് അതിൻ്റെ സാമാന്യ ബുദ്ധി എടുക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ വചനപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങാം. ഒന്നാമത്തെ കാര്യം ഒരു സാമാന്യ ബുദ്ധി. വീഥി എന്ന് പറഞ്ഞാൽ വഴി ആണല്ലോ. ഈ വഴി തങ്ക നിർമ്മിതമായ വഴിയാണ് അല്ലേ? അപ്പം നമ്മൾ ഇന്നിപ്പോൾ രണ്ടാളും ഈ നമ്മുടെ ഈ ചർച്ചാ പരിപാടിക്ക് വേണ്ടി വരുന്നത് വണ്ടി ഓടിച്ചാൽ അത് വഴിയാണല്ലോ വന്നേ. ആ വഴിയിൽ ഞാൻ വന്ന വഴിയിൽ താറായിരുന്നു. അപ്പോൾ എനിക്കൊരു തോന്നലടാ, ഞാൻ ഈ താറുമിട്ട വഴിയിലാണല്ലോ വന്നേ, എന്നാൽ ഇതൊരു ശകലം ഉരുട്ടി എൻ്റെ കഴുത്തിലേക്ക് അങ്ങ് ഇട്ടേക്കാം എന്നൊരു തോന്നൽ എനിക്കുണ്ടായില്ല. കാരണം വഴി അലങ്കാരത്തിനല്ല, ഏറ്റവും മിനിമം ഒരു ബോധം ഉണ്ടാകുന്നത് അവിടെയാണ്. അത് താറാകട്ടെ അല്ല
വാർക്കയാകട്ടെ, സിമെൻ്റ് ആകട്ടെ, അല്ല പലക കൊണ്ടുണ്ടാക്കിയതാകട്ടെ, ഇനി തങ്കം കൊണ്ടുണ്ടാക്കിയതാകട്ടെ, അത് വഴിക്ക് വീഥിക്ക് വീഥി എന്നാണ് അർത്ഥമുള്ളത്. അതിലുപയോഗിച്ചിരിക്കുന്ന ഘടകങ്ങൾ അവൻ്റെ ശരീരത്തിൻ്റെ അഴക് വർദ്ധിപ്പിക്കാനുള്ള ഒരു ഘടകമാക്കുന്നത് ഭ്രാന്തിൻ്റെ ലക്ഷണം. സാറത് മനസ്സിലായോ? ഈ നടക്കുന്ന വഴിയിലെ താറൊട്ടി ഒരുത്തൻ്റെ ചെവിയിൽ വിട്ട് അവൻ്റെ കഴുത്തിലിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നാൽ ഞാൻ അവനെ പറയും ഭ്രാന്താശുപത്രി കൊണ്ടുപോകാൻ പറയും. കാരണം അവൻ എന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിന് പോലുമുള്ള ഒരു പ്രാപ്തി മനുഷ്യന് നഷ്ടമാകുമ്പോഴാണ് ഈ വിധത്തിലുള്ള ചോദ്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ നോക്കിയിട്ട് കണ്ടെത്താൻ കഴിയുന്നത്. അല്ലാതെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ഞാനും ഈ വാക്യം എത്ര കാലമായിട്ട് വായിക്കുക? ഈ വാക്യം ദീർഘവർഷങ്ങളായിട്ട് ഞാൻ വായിക്കുന്നു, മനസ്സിലാക്കുന്നു. കർത്താവിനെ കണ്ടെത്തിയ കാലം മുതൽ ഇന്നുവരെ തങ്കത്തൊരു വീഥിയിലൂടെ അന്ന് നടക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ തങ്കവിരോധിയായ, സ്വർണ്ണവിരോധിയായ, ആഭരണവിരോധിയായ ഞാൻ രണ്ട് കാലം മേലോട്ട് പൊക്കി പിടിച്ച് നടക്കാൻ പറ്റുമോ? ചില മാന്യന്മാർ ചില ചോദ്യം ചോദിക്കുന്ന ഈ ആഭരണ വിരോധികളൊക്കെ അങ്ങോട്ട് ആ തങ്കത്തെരുവീതിയിലോട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവർ രണ്ട് കാലം മേലോട്ട് പൊക്കിപ്പിടിച്ച് നടക്കുമോ? അവന് വിവരമുണ്ടേ ചോദ്യം ചോദിക്കുമോ? ചോദിക്കില്ല. കാരണം സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന കാര്യം അവൻ്റെ ആഹാര പാനീയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതല്ല. അവൻ്റെ ആത്മീയ കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാനുള്ള പ്രാപ്തി ഉണ്ടാകണം. ഓക്കെ, ഒരു വഴിയെ വഴിയായിട്ടും ആ വഴിയിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളെ വഴിക്ക് ഉപയോഗിച്ച ഘടകങ്ങളായിട്ടും തിരിച്ചറിയാനുള്ള മാർഗം ഉണ്ടാകണം. ഇനി വളരെ പ്രധാനപ്പെട്ടതിൻ്റെ ആധ്യാത്മികമായ വിഷയത്തേക്ക് വരികയാണ്. ഇതാർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വീഥിയാണ്. അവിടെ ആരാ വസിക്കാൻ പോണതാരാ? വീണ്ടെടുക്കപ്പെട്ട ജനം, ദൈവജനം, നമ്മുടെ കർത്താവും തൻ്റെ ജനവും. കർത്താവിൻ്റെ മാന്യതയാണ് ആ വഴി കാണിക്കുന്നത്. അതും കൂടി തിരിച്ചറിയാനുള്ള ബോധം വേണം. രാജാതി ആയവൻ, കർത്താതി കർത്താവായവൻ തൻ്റെ സകല വിശുദ്ധന്മാരും ചേർന്ന് തൻ്റെ പ്രൗഢഗംഭീരമായ ആ പ്രയാണത്തിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു നമുക്കറിയാൻ പാടില്ലേ സഹോദരാ? നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനുവേണ്ടി കാട്ടിക്കൂട്ടുന്ന ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? ഒരു സാധാരണക്കാരൻ കൊണ്ടൊന്ന് എത്തി നോക്കാൻ പോലും പറ്റില്ലല്ലോ. പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി, സർവ്വലോകത്തിൻ്റെയും രാജാവായവൻ, 1000 ആണ്ട് ജനത്തെ ഭരിച്ച് തൻ്റെ നീതിയുള്ള ഭരണം എന്താണെന്ന് ഉറപ്പാക്കി ബോധ്യമാക്കിയവൻ, തൻ്റെ ദൈവിക പ്രൗഢിയോടുകൂടെ അവൻ തൻ്റെ വീതിയിലേക്ക് കടക്കുമ്പോൾ അത് തങ്കത്തെരുവീഥിയെ തന്നെ ആയിരിക്കണം. മാറ്റുകൂടിയ ഒറിജിനൽ തങ്കം പൊതിഞ്ഞ വീതിയിൽ അവൻ നടക്കുമെന്ന് പറഞ്ഞാൽ തൻ്റെ മഹത്വത്തെ, അവൻ്റെ തേജസ്സിനെ, ഔന്നത്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതെനിക്ക് അലങ്കാരമായി ചാർത്താനുള്ള ഘടകമല്ല. അതിനെ ചുവടുപിടിച്ച് ഒരു ശകല ആഭരണം അണിയാം എന്ന് പറയുന്നത് മുമ്പ് ഞാൻ പറഞ്ഞ കാറ്റഗറിയിലേക്ക് മാറുന്ന ആളുകളാണ്. ദൈവത്തിൻ്റെ കൃപയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലും ശരണപ്പെട്ട് ദൈവത്തെ, മഹത്വത്തെ കണ്ടുകൊണ്ട് ആരാധിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട ജഡീകന്മാരായ ആളുകളാണ്. നമുക്കവരെക്കുറിച്ച് പരിതപിക്കാനല്ലാതെ മറ്റൊരു നിവൃത്തിയുമുള്ള ഒരു കാര്യമല്ല. പക്ഷേ സത്യം ഞാൻ ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ് കിടക്കുന്നതെന്നാണ് ദൈവാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാര്യങ്ങളെ മനസ്സിലാകുന്ന ഭാഷയിൽ അത് വിശദീകരിച്ച് കൊണ്ടിരിക്കുന്നു. തന്നതിനായിട്ട് നന്ദിയുണ്ട്. ഇനിയും 1, 2, 3 സംശയങ്ങളും കൂടെ ഈ വിഷയത്തിൽ ധാരാളം ഉണ്ടെങ്കിലും സമയപരിമിതികൾ മുമ്പിലുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായിട്ടും മനസ്സിലാക്കേണ്ടതിനായിട്ടും 1, 2 ചോദ്യങ്ങളൂടെ ചോദിക്കാനുണ്ട്. അടുത്തതായിട്ട് ദൈവദാസനോട് ചോദിക്കാനുള്ളത്, കർത്താവായ യേശുക്രിസ്തു ആഭരണത്തെക്കുറിച്ച് എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുള്ളതായിട്ട് രേഖയുണ്ടോ എന്നുള്ളതാണ്. പഠിപ്പിച്ചിട്ടുണ്ടോ യേശുക്രിസ്തു? ഞാനും ഒന്ന് നോക്കിക്കോട്ടെ ഒരു മിനിറ്റ് കേട്ടോ. എനിക്കത് പറഞ്ഞപ്പോൾ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാകാമല്ലോ ഈ ചോദ്യത്തിൽ, ഇങ്ങനെയുള്ള സംശയമൊക്കെ. എടാ, കർത്താവ് ഈ പൊന്നിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലേ? ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് ശിഷ്യന്മാർക്ക് ഇങ്ങനെ വളരെ മനോഹരമായ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. കർത്താവ് ഇവിടെ വന്നിച്ചൊരു 3.5 വർഷക്കാലത്തെ ജീവിതമല്ലേ ഉള്ളൂ. ആ 30 വയസ്സ് കഴിഞ്ഞിട്ട് ഈ 3 വർഷക്കാലം എന്തൊക്കെ ആവശ്യമുള്ള ഏറ്റവും പരമപ്രധാനമായ കാര്യം മാത്രമേ പഠിപ്പിച്ചുള്ളൂ. തമാശ പറയാം. നമ്മളിപ്പോൾ ഈ പറയുന്നതിനിടയ്ക്ക് എന്തെല്ലാം തമാശകൾ പറയുന്നുണ്ട്, അല്ലെ? തമാശ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊന്നും പറയാൻ കർത്താവിന് നേരം ഉണ്ടായില്ല. വളരെ ഖണ്ഡിതമായ കാര്യങ്ങൾ, ഒഴിവാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തി കർത്താവിൻ്റെ മടങ്ങി വരെയുള്ള തൻ്റെ ഭക്തന്മാർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ.
അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കുന്നതല്ല. അതെ. പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിലേക്ക് വന്ന വാക്യം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ്. 10 നോക്കാം. 10:9 മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നോക്കാം. 10:9 അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഞാൻ വായിക്കാം. മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. അരുത് എന്ന് പറഞ്ഞൊരു പട്ടിക പറഞ്ഞിട്ടുണ്ട്. ഒരു പട്ടിക. വേണമെങ്കിൽ പ്രാപ്തിയില്ലാത്തവർ, കഴിവില്ലാത്തവർ, നിങ്ങളിൽ ഇവർ ചിലരൊക്കെ ഈ മുഖന്മാരായിരുന്നു, നമുക്കറിയാമല്ലോ, വലിയ സാമ്പത്തികമൊന്നുമില്ല, മുഖന്മാരാണ്. ഒരു സാമാന്യം എന്ന ഒരു വാക്ക ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. പഠിപ്പില്ല, സാമാന്യം, വലിയ കാശൊന്നുമില്ല. അപ്പോൾ ഈ ആളുകൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നൊരു വാക്ക് കർത്താവ് പറഞ്ഞില്ല. ഇല്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞില്ല. പല ആളും ധരിക്കുന്നതിനറിയാമോ, ഈ ആഭരണം ഇടാത്തവർക്ക് അത് ഇടാനുള്ള വരുമാനം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ആദ്യകാലത്തൊക്കെ വിശ്വാസത്തിലേക്ക് വന്ന ഭക്തന്മാരുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഓർമ്മയുടെ കാലം എന്ന് വെച്ചാൽ പിതാക്കന്മാരുടെ കാലം, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കാലത്തൊക്കെ ആൾക്കാർക്ക് വലിയ കാശുണ്ടായിരുന്നില്ല. ഇന്നിപ്പോഴേ അങ്ങനെയല്ലല്ലോ. ഇന്ന് മക്കൾ ഗൾഫിൽ, മക്കൾ അമേരിക്കയിൽ, ജർമ്മനിയിൽ, ഇങ്ങനെ മറ്റു പല ലോകരാജ്യങ്ങളിലൊക്കെ ഇഷ്ടം പോലെ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പം സമൃദ്ധിയുടെ കാലം. അപ്പം മോതിരം ഒന്നല്ല, എല്ലാവരിലും നിറയെ മോതിരം ഇടാവുന്ന ഒരു ആരോഗ്യവും ധനവും ഒക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. അവരിടട്ടെ എന്ന് വിചാരിക്കാനുള്ള വകയൊന്നും കർത്താവ് കൊടുത്തില്ല. അരുത് എന്ന വാക്കിന് ഡോണ്ട് ടേക്ക്, പാടില്ല. കർശനമായ ഭാഷയിൽ പറഞ്ഞാൽ പാടില്ല. കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞൊരു വാക്കൂടെ നമുക്ക് നോക്കാം. 6-ന്റെ സുവിശേഷം, അതേ സുവിശേഷം 6:19, മത്തായിയുടെ സുവിശേഷം 6:19 കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതും വളരെ ശ്രദ്ധിക്കേണ്ടതാ. എന്താ പറഞ്ഞറിയാം? 6:19 പറയുന്നത് പുഴുവും തുരുമ്പും കെടുക്കുകയും, അടുത്ത വാക്ക് കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കും. അത് ശരി. അപ്പോൾ കാതിലിട്ട പെണ്ണുങ്ങൾ ട്രെയിനിൽ കയറി ജനലിലൂടെ ആരിയിരുന്നാൽ അവരുടെ കാത് മുറിച്ചുകൊണ്ട് പോകുന്നു. നമ്മൾ ഈ വായിക്കുന്ന വാർത്തകളാണ്. വീട്ടിൽ വന്നു, സ്ത്രീയെ കൊന്നു, പുരുഷനെ കൊന്നു, അവരുടെ കഴുത്തിലുണ്ടായിരുന്ന ആഭരണമെല്ലാം അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇത് കർത്താവ് അന്നേ പറഞ്ഞു. അപ്പോൾ തുരുമ്പ് എടുക്കുന്ന നമുക്ക് പറയാം ഇരുമ്പായിരിക്കും, അല്ല മറ്റുള്ളതായിരിക്കും, അല്ല അവിടെ പറയുന്നത് പുഴു, അങ്ങനെ പറഞ്ഞ് 2 വാക്കുകൾ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. പുഴുവും തുരുമ്പും കെടുക്കുക. അപ്പോൾ തുരുമ്പ് വരുന്നതും പുഴു വരുന്നത് അതായത് ചീഞ്ഞു പോകുന്ന സാധനങ്ങളാണ്. ചെയ്യാത്ത സാധനങ്ങൾ ഇരുമ്പ് പോലെ സാധനം, അത് തുരുമ്പ് വിടുന്നത്. ഇത് രണ്ടുമല്ലാത്തൊരു കാര്യം കൂടെ വാക്കെടുത്ത് പറയുന്നുണ്ട്. അതേതാ? കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുന്നത് എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ്. സ്വർണ്ണം. അതല്ലേ ഇപ്പം നമ്മുടെ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയമാണല്ലോ. കേരളത്തിലെ നമ്മുടെ ഇപ്പോഴത്തെ ഭരണത്തിൽ പോലും ഒരു വലിയ ചർച്ചാ വിഷയമാണ്. അപ്പോൾ സ്വർണം എന്ന് പറയുന്നത് മോഷ്ടിക്കപ്പെടുന്ന ഒരു അവസ്ഥ അതിൻ്റെ പുറകിലുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, മോഷ്ടിക്കപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ നിക്ഷേപിക്കാൻ നിൽക്കണ്ട, അത് നിങ്ങൾക്കുള്ള വകയല്ല. അതും മാത്രമല്ല, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ യാത്രയിൽ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്ന ചുമതല നിർവഹിക്കാൻ പോകുമ്പോൾ നിങ്ങൾ കരുതണ്ട, ഇത് കൊണ്ടുപോകണ്ട, ഇത് നമുക്കുള്ളതല്ല, ഇത് നമുക്കുള്ള വസ്തുവല്ല, നിങ്ങൾക്കിത് അവകാശപ്പെട്ടതല്ല. നിങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ അതാ സമയത്ത് തരും. നമുക്ക് നോക്കാം, ചരിത്രത്തിലേക്ക് നോക്കാം. ഇനി പ്രവൃത്തിയുള്ള ദിവസം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ വസ്തുക്കൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ വളരെ ശ്രദ്ധേയനായ ശിഷ്യനാണ് പത്രോസ് അപ്പോസ്തലൻ, അല്ലേ? ആണല്ലോ. ഈ പത്രോസ് അപ്പോസ്തലൻ്റെ യാത്രയെക്കുറിച്ച് 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ 3-ാം അധ്യായത്തിൽ താൻ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. എന്താ പ്രസ്താവന അറിയോ? ഓർമ്മയുണ്ടോ? ഓർക്കുമായിരിക്കും, ബൈബിളൊക്കെ എപ്പോഴും വായിക്കുന്നില്ല. അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, ഈ പാവപ്പെട്ട ഒരു മുടന്തനെ ഈ വഴിയിരിക്കുന്നത്, ഈ കടന്നു പോകുന്നവരെ എന്തെങ്കിലും കിട്ടും, സ്വാഭാവികമാണല്ലോ, എന്തെങ്കിലും തരണേന്ന് വിളിച്ച് കൂവി കാണും. ഇങ്ങനെ ഈ പത്രോസ് അപ്പോസ്തലനോട് നിന്ന് നോക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു, എൻ്റെ പൊന്നു ചങ്ങാതി, നീ ഉദ്ദേശിക്കുന്ന സാധനം നമ്മുടെ അടുത്തില്ല, അതിവിടെ കിടക്കുന്നത്, ഈ നടക്കുന്നത്. ഇനി ഞാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്. ഞാനും ഈ നടക്കുന്ന പുരുഷാരവുമായിട്ട് അല്പ വ്യത്യാസമുണ്ട്. ഞാനൊരു ഗുരുവിൻ്റെ പുറകെ നടന്ന് ജീവിച്ചവനാണ്. ഗുരു എന്നൊരു കാര്യം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ വിശദീകരണം കേട്ടോ,
അതൊന്നും ബൈബിൾ എഴുതി വെച്ചിട്ടില്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വിശദീകരിക്കുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചൊരു മാതൃകയുണ്ട്. ആ മാതൃകയാണ് ഞാൻ പിൻപറ്റേണ്ടത്. അത് എനിക്ക് മാത്രമല്ല, എനിക്ക് ശേഷം ഞാൻ കാണിക്കുന്ന ഈ മാതൃക പിൻപറ്റാൻ അടുത്ത കുറേ തലമുറകൾ മുമ്പോട്ട് വരാനുണ്ട്. കർത്താവിൻ്റെ പരിപാടി ഒരു ചെറിയ സമയത്തേക്കല്ലെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് പത്രോസ് വളരെ ഖണ്ഡിതമായൊരു വാചകം പറഞ്ഞു. എന്നാ പറഞ്ഞത്? വെള്ളിയും പൊന്നും എനിക്കില്ല. നമുക്ക് ആ വാക്യം വായിക്കാം. ആ 6 പ്രവൃത്തിയുള്ള ദിവസം 3-ാം അധ്യായം നമുക്ക് നോക്കാം. അവിടെ എന്താണ് വളരെ കൃത്യമായ പദപ്രയോഗങ്ങൾ. അതൊക്കെ നമ്മൾ അതിൻ്റെ ഗൗരവം കൊടുത്ത് തന്നെ മനസ്സിലാക്കണം. പ്രവൃത്തിയുള്ള ദിവസം 3-ാം അധ്യായം, പ്രവൃത്തിയുള്ള ദിവസം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല. ഞങ്ങൾക്കില്ല എന്നല്ല, തൻ്റെ കൂടെ താൻ മാത്രമല്ല, തൻ്റെ കൂടെ ആരാ ഉള്ളത്? നമ്മൾ ഒരിക്കൽ പത്രോസും യോഹന്നാനും എന്നാണ് തുടങ്ങുന്നത് 3-ാം അധ്യായം. അപ്പോൾ പത്രോസുണ്ട്, യോഹന്നാനുണ്ട്. ഞങ്ങൾക്കില്ല എന്നാണ് പറയേണ്ടത്. ഭാഷയോട് നമ്മൾ ആത്മാർത്ഥ പുലർത്തിയാൽ ഞങ്ങൾക്കില്ല എന്ന് പറയണം. പക്ഷേ പത്രോസ് പറയുന്നത് ഞങ്ങൾക്കില്ല എന്നല്ല. അർത്ഥം എന്താ? യേശു ക്രിസ്തു സകല ശിഷ്യന്മാരെ ഒരുപോലെ പഠിപ്പിച്ചിരിക്കുക. യോഹന്നാനും ആ കൂടെ കേട്ടയാളാണ്. പക്ഷേ പത്രോസ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ കേരളത്തിലുള്ള മുഴുവൻ ബ്രദറുകാരും ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ, എൻ്റെ അപ്പനപ്പൂപ്പന്മാരിത് ഉപയോഗിക്കുമായിരുന്നോ ഇല്ലയോ, ഇതിനെ അടിസ്ഥാനമാക്കി തനിക്കൊരു തീരുമാനം പറയാനില്ല. എനിക്കില്ല. ഞാൻ യേശുവിനെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. എൻ്റെ യേശുവിൻ്റെ കൽപ്പന എന്നോട് വ്യക്തിപരമായിട്ടാണ്. ഇത് വ്യാപകമായി എല്ലാവരെയും കൂടെ അങ്ങോട്ട് നിരത്തി പിടിച്ച് വരേണ്ട കാര്യമല്ല. അതുകൊണ്ട് യേശു പഠിപ്പിച്ചു, ശിഷ്യന്മാർ വ്യക്തിപരമായി ഏറ്റെടുത്തു, അത് പ്രതികരിച്ചു, അങ്ങനെ തന്നെ അവർ പഠിപ്പിച്ചു. അതുകൊണ്ട് യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ആരും ശ്രമിക്കണ്ട. അനുകൂലമായൊരു വാക്ക് നമ്മുടെ കർത്താവ് പറഞ്ഞതായിട്ട് ഈ ആളുകളൊന്ന് കണ്ടെത്താനൂടെ ശ്രമിക്കണം. ഏതാ? ഈ ആഭരണം അങ്ങോട്ട് ഉപയോഗിക്കാൻ വേണ്ടി അങ്ങ് ആഞ്ഞ് പിടിച്ച് കിടന്ന് അങ്ങോട്ട് എന്നിട്ടൊരു ഉപയോഗിക്കില്ല. ഈ പറയുന്ന പല മിടുക്കന്മാർ ഉപയോഗിക്കുന്നവരല്ല. കൊലപാതകം ചെയ്യുന്നതിനേക്കാൾ വലിയ തെറ്റാണ് ഈ ഇതിൻ്റെ ഗൂഢാലോചന. ശിക്ഷ വിധിക്കുമ്പോൾ ഗൂഢാലോചനക്കാരനെ പിടിക്കുന്നുണ്ട്, ജയിലാക്കുന്നുണ്ട്, ഇല്ലേ? അതേപോലെ തന്നെയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വിലപ്പെട്ടൊരു കാര്യമാണ് തെറ്റ് ചെയ്യാനുള്ള വഴികൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളും. ഈ ആഭരണം ധരിക്കുന്നവർ മാത്രമല്ല, ധരിക്കാൻ വേണ്ടി ആലോചന പറഞ്ഞു കൊടുക്കുന്ന എല്ലാ ആളുകളും ശ്രദ്ധിച്ചുകൊള്ളണം. നിങ്ങളും ദൈവം മുൻപാകെ കുറ്റക്കാർ തന്നെയാണ്. ഇത് വ്യക്തിപരമായ തീരുമാനമാണ്, വ്യക്തിപരമായ സമർപ്പണമാണ്, വ്യക്തിപരമായ ഉപയോഗമാണ്. അല്ലാതെ എല്ലാവരെയും കൂട്ടി പറയേണ്ട കാര്യമല്ല എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പത്രോസ് എനിക്ക് വെള്ളിയും പൊന്നുമില്ല എന്ന് പറഞ്ഞു, എനിക്കുള്ളത് എന്ന് പിന്നെ പറയുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ അങ്ങ് ചേർത്ത് പറയാൻ മറ്റൊന്നും തോന്നരുത്. അത് വിഷയവുമായിട്ട് അത്ര വലിയ ബന്ധമൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞു പോവുക. അടുത്ത് താൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്നാ പറയുന്നത്? എനിക്കുള്ളത്. ഏതാ? ഈ പുരുഷാർത്ഥത്തിനില്ലാത്തതും എനിക്കുള്ളതുമായൊരു വ്യത്യാസമുള്ള കാര്യമുണ്ട്. അത് വേണേൽ ഞാൻ നിനക്കങ്ങ് തരാം. ഈ വെള്ളിയും പൊന്നിനും വേണ്ടി മോഹിച്ച് നടക്കുന്ന പലർക്കും പാപത്തിൻ്റെ മുടന്തിരിക്കുന്നതിനൊക്കെ മുടന്തന്മാരായി നടക്കുമ്പോൾ വെള്ളിയും പൊന്നും വേണ്ട എന്ന് യേശുവിൻ്റെ വ്യക്തമായ കൽപ്പനയെ ഏറ്റെടുത്ത് അതിനുവേണ്ടി മാത്രം ജീവിതം സമർപ്പിക്കപ്പെട്ടവർ ചെന്നാൽ അവർക്ക് യേശുവിൻ്റെ സാന്നിധ്യത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതും കൂടി ഈ കൂടി ഒരു പാഠമായി നമ്മൾ കരുതിക്കൊള്ളേണ്ട ആവശ്യമുണ്ട്. യേശു പഠിപ്പിച്ചു, ഖണ്ഡിതമായി പഠിപ്പിച്ചു. അതായത് വേണമെങ്കിൽ ആകാം, ഇല്ലെങ്കിൽ വിട്ടുകളയാം. ആ ഒരു പരിപാടി കർത്താവിൻ്റെ വാക്കിലുണ്ടായിരുന്നില്ല. ഉവെങ്കിൽ ഉവ്വ്, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള പരിപാടി കർത്താവിനുള്ളതല്ല. അത് കർത്താവിൻ്റെ എതിരാളിയാണ്. ഓക്കെ, ഞാൻ വിചാരിക്കുന്നു കർത്താവ് പഠിപ്പിച്ചു എന്ന് വളരെ വ്യക്തമാണ് എന്ന് മനസ്സിലായി കാണും. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വീണ്ടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹം അറിയിക്കുന്നു. വളരെ വ്യക്തമായി ഈ 2-ാമത്തെ എപ്പിസോഡിലൂടെ ദൈവദാസനിലൂടെ ആഭരണധാരണ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തവും യുക്തവുമായ മറുപടി നമുക്ക് കേൾക്കുവാനിടയായത് കൂടാതെ ശക്തമായ നിലയിൽ സുവിശേഷത്തിൻ്റെ വാക്കുകൾ നമുക്ക് ദർശിക്കുവാനും കേൾക്കുവാനും ശ്രവിക്കുവാനും ഇടയായി എന്നുള്ളത് അത്ഭുതകരമായ ഒരു വിഷയം തന്നെയായിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച്
കൂടുതൽ അറിയുവാൻ ട്രൂ മീഡിയയിലൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ തുടർന്നും പഠിക്കുവാൻ സാധിക്കും. ഇരിങ്ങോൾ സഭ ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം സ്വീകരിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് രണ്ടാമത്തെ എപ്പിസോഡ് നിർത്തുന്നു. ഒരു വിവാഹമോതിരം അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടുള്ള ആഭരണങ്ങൾ ധരിക്കുന്നത് ശരിയാണോ? ഈ വിവാഹമോതിരം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു നിയമമല്ല. മറ്റ് രാജ്യങ്ങളിലും വിവാഹമോതിരം അണിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ വിവാഹിതരാകൂ എന്ന് പറയുന്നൊരു വ്യവസ്ഥയിലാണ്. അതായത് നമ്മുടെ സഭയിലുള്ളതായ കുഞ്ഞു കുട്ടികൾ അവരൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ആ കുട്ടികളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, കൂടെ പഠിക്കുന്നവർ, നിങ്ങൾ എന്തുകൊണ്ടാണ് ആഭരണം ഇടാത്തത് എന്ന് കൂടെ പഠിക്കുന്ന കുട്ടികൾ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു മറുപടി എനിക്ക് പറയാം. നെക്ലേസ് ഇട്ടോ മോതിരോ എന്തു സാധനമാകട്ടെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ അവൻ പഴയ ദൈവത്തെയാണ് ആരാധിക്കുന്നത്.